നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം പറയുന്നു, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും, ഒരിക്കലും അധോഗതി ഉണ്ടായിരിക്കുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ദൈവപൈതല് ഏതെങ്കിലും വിധത്തിൽ ദുരിതങ്ങളിലൂടെയോ പരാജയങ്ങളിലൂടെയോ അധോഗതി എന്നെ പിടികൂടി എന്ന് ചിന്തിച്ച് നിരാശയിൽ ആണ്ടുപോയിരിക്കുന്നു എങ്കിൽ ദൈവമായ കർത്താവിൻ്റെ ഈ വാഗ്ദാനം പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഈ പറയാൻ പോകുന്ന സന്ദേശം ഒരു കൽപ്പന പോലെ ഹൃദയത്തിൽ സ്വീകരിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിച്ചാൽ ഇനി ഒരിക്കലും അധോഗതി ഉണ്ടാകുകയില്ല, അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് നമ്മളോട് അരുളി ചെയ്തത് സർവശക്തനായ ദൈവമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 23-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 5 വാഗ്ദാനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ 5 വാഗ്ദാനം നമ്മളിലൂടെ നമ്മുടെ മക്കളിലേക്ക് കൈമാറാതെ കടന്നു പോകരുത്. അതിന് ഒരു കാര്യം ചെയ്യാനാണ് ഈ സന്ദേശത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. ഒന്നാമത്തെ വാഗ്ദാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. എന്താണ് ഭക്ഷ്യം, എന്താണ് പാനീയം? ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എല്ലാം ഭക്ഷണത്തെയും പാനീയത്തെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഈ ലോകത്തിൻ്റെ ഭൗതികത മുഴുവൻ നമ്മളുടെ ഭക്ഷണത്തെയും പാനീയത്തെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കർത്താവിനെ ഹൃദയം തുറന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജോലി തടസ്സങ്ങൾ മാറുന്നു, വിവാഹ തടസ്സങ്ങൾ മാറുന്നു, കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറുന്നു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രം, യാത്ര ചെയ്യുന്ന വാഹനം, ഇതെല്ലാം കർത്താവാണ് ആശീർവദിക്കുന്നത്. അതിന് നമ്മൾ ഒന്നേ ചെയ്യാനുള്ളത്, നമ്മളുടെ ദൈവമായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നതാണ്.